ഹരേ കൃഷ്ണ. രാധേ രാധേ. ഗുരുവായൂർ അമ്പലനടയിൽ ഓം നമോ നാരായണായ എന്ന മൂലമന്ത്രം വർണ്ണരാജികൾ വിതറി മിന്നിമറിയുമ്പോൾ സാക്ഷാൽ നാരായണൻ്റെ പൂർണ്ണവതാരമായ ആ ശ്രീകൃഷ്ണ സന്നിധിയിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രധ്വനികളാൽ ചുറ്റപ്പെട്ട ഭൂലോക വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാരായണ നാമത്തിലൂടെ മോക്ഷം സിദ്ധിച്ച അജാമിളൻ എന്ന ബ്രാഹ്മണനെ ഒന്നോർത്തുപോയി. ഭഗവത് ഉപാസകനായ ആ ബ്രാഹ്മണൻ ഏതോ ഒരു ദുർനിമിഷത്തിൽ ജന്മാന്തര പാപത്തിൻ്റെ ഹേതുവായി കുലടയായൊരു സ്ത്രീയിൽ ആകൃഷ്ടനാവുകയും ജീവിതം അവളോടൊത്ത് ഭൗതിക സുഖങ്ങളിൽ ആസക്തനായി ജീവിച്ചു തീർക്കുന്നു. മരണം അടുത്തെത്തിയൊരു നിമിഷത്തിൽ ഭയചകിതനായ അജാമിളൻ തൻ്റെ ഇളയ പുത്രനായ നാരായണനെ വിളിച്ച് കരയുന്നു. വൈകുണ്ഠനാഥനായ സാക്ഷാൽ ഭഗവാൻ ആ വിളി കേൾക്കുകയും അജാമിളൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമേകുകയും ചെയ്യുന്നു. ഇത്രയും കാലം തൻ്റെ ഈ ജന്മം നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന ദുഃഖവും പേറി അജാമിളൻ പിന്നീടങ്ങോട്ട് ഗംഗാതീരത്ത് ഭഗവത് ഉപാസകനായി ജീവിതം ജീവിച്ചു തീർക്കുന്നു. നാരായണ എന്ന് ജപിക്കൂ, ഇടതടവില്ലാതെ വിളിക്കൂ. നാരത്തിൽ വസിക്കുന്നവൻ, അതായത് ജലത്തിൽ ശയിക്കുന്നവനാം സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഓം നമോ നാരായണായ എന്ന മന്ത്രത്താൽ ജപിച്ചു തുടങ്ങിയാൽ പാപപങ്കിലനായ അജാമിളന് മോക്ഷം സിദ്ധിച്ച പോലെ ഏതേതു കർമ്മവാസനകളെയും പാപസഞ്ചയങ്ങളെയും ശുദ്ധീകരിക്കാൻ പ്രാപ്തമായ ഈ മഹാമന്ത്രത്തെ ജീവിതത്തിൽ കൂടെ കൂട്ടൂ. ഭഗവാന്റെ കൃപാകടാക്ഷം സുനിശ്ചിതം. നാരായണനാം ശ്രീഹരിയുടെ പാദകമലങ്ങളിൽ അഭയം പ്രാപിക്കൂ. ശ്രീകൃഷ്ണ കഥകൾ ശ്രവണം ചെയ്യൂ. ബാലലീലകളാടിയ പൊന്നുണ്ണിക്കണ്ണനെ മാറോട് ചേർക്കൂ. നാരായണ നാമങ്ങളാൽ നാമസങ്കീർത്തനങ്ങൾ തീർക്കൂ. ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ കടാക്ഷം തീർച്ച. സൂര്യകിരണങ്ങൾ മഞ്ഞുമൂടിയ പ്രഭാതങ്ങളെ എങ്ങനെ ജ്വലിപ്പിക്കുന്നുവോ, നാരായണ നാമങ്ങൾ ജന്മജന്മാന്തര പാപങ്ങളെ സൂക്ഷ്മമായി മായ്ച്ചു കളയുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര സാക്ഷാൽ ഗുരുവായൂരപ്പനോടൊന്നിച്ച് ഒരേ ഒരു ലക്ഷ്യം മാത്രം. ശ്രീകൃഷ്ണ ശരണം മമ. ഭഗവാനെ ഹരേ കൃഷ്ണ. രാധേ രാധേ.